ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് ദരിദ്രന് ധൂർത്ത്, ധനവാന് പിശുക്ക്, ദൈവം കരയാതിരിക്കുമോ എന്ന ആ ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്. ഇന്ന് ദരിദ്രരായ ചില വ്യക്തികൾക്ക് ധൂർത്താണ്, ധനികരായ ചില വ്യക്തികൾക്ക് പിശുക്ക്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദൈവം കരയാതിരിക്കുമോ മനസ്സിലാക്കാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഒരു സ്ത്രീ പറഞ്ഞാണ്, എൻ്റെ മകൻ്റെ ജീവിത സ്റ്റൈൽ, അവൻ ഉപയോഗിക്കുന്ന ഫോണ്, അവൻ്റെ ഡ്രസ്സ്, അവൻ്റെ ജീവിത രീതികൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏത് മനുഷ്യനും വിചാരിക്കും ഞങ്ങൾ ഭയങ്കര ധനികരാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അച്ഛൻ ഞങ്ങൾ ദരിദ്രരാണ്. ഞങ്ങളുടെ വീട് കണ്ടു കഴിഞ്ഞാൽ തൊഴുത്തു തോറ്റുപോകും. അത്രയും സൗകര്യങ്ങളേ ഉള്ളൂ. ഇനി ഞങ്ങൾക്ക് ലോണുണ്ട്, കടമുണ്ട്. ഇതൊന്നും ഞങ്ങളുടെ മകനെ ബാധിക്കത്തില്ല. അവൻ വളരെ ധൂർത്തനായിട്ട് തന്നെ അവൻ്റെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നു. വേറൊരു സ്ത്രീ പറഞ്ഞ ഒരു സംഭവമാണ്, എൻ്റെ ഭർത്താവിന് കോടികളുടെ ആസ്തിയുണ്ട്. എത്രയുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല, എന്നോട് പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു മനുഷ്യന് 10 പൈസ കൊടുക്കത്തില്ല. ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് എനിക്കുള്ളത്. അതാരും അങ്ങനെ ഫ്രീ ആയിട്ട് നക്കി തിന്നാൻ നോക്കണ്ട. ആ രീതിയിലാണ് പുള്ളിയുടെ സംസാരം എന്നാണ് സ്വന്തം ഭാര്യ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 2 പദങ്ങൾ ഉപയോഗിച്ചത്. ഒരു വശത്തേക്ക് നോക്കിയാൽ ധനികരായ വ്യക്തികൾ അവർ പിശുക്കരായിട്ട് ജീവിക്കുന്നു. മറുവശത്ത് ദരിദ്രരായ വ്യക്തികള് അവർ ധൂർത്തടിച്ച് ജീവിക്കുക. കടബാധ്യതയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് പോലും ജീവിത സുഖ സൗകര്യങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ കടം മേടിച്ചാണേലും അവര് സുഭിക്ഷമായിട്ട് ജീവിക്കണം എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ കഴിയുന്നവര്. ഇതൊക്കെ കണ്ടാൽ നമ്മുടെ ദൈവം കരയാതിരിക്കുമോ എന്നുള്ളത് നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നമുക്ക് ഏതാനും കാര്യങ്ങൾ ഇതിൻ്റെ വെളിച്ചത്തിൽ വചനത്തിന്റെ പിൻബലത്തോടുകൂടി മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, ധൂർത്ത് നമ്മെ അവിവേകികളാക്കും എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ പറയാറുള്ള ഒരു ചൊല്ലുണ്ട്, തലമറന്ന് എണ്ണ തേക്കരുത്. ധൂർത്ത് കാണിക്കുന്നവര് അതാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലൂക്കാ 15-ാം അധ്യായം 11 മുതൽ വായിക്കുമ്പോൾ ധൂർത്തപുത്രന്റെ ഉപമ. വീട്ടില് സുരക്ഷിതത്വം അനുഭവിച്ച് ജീവിച്ച ആവശ്യത്തിലേറെ സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അവന് തോന്നി ഇതല്ല ജീവിതം, ധൂർത്തടിക്കണം, കൂട്ടുകാരുടെ കൂടെ എനിക്ക് തോന്നും പോലെ ജീവിക്കണം. അങ്ങനെ അവന് ധൂർത്തനായി ജീവിച്ച് അവസാനം എവിടെയാണ് എത്തിപ്പെട്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വചനഭാഗം വായിക്കുമ്പോൾ. അവസാനം തൻ്റെ അപ്പൻ്റെ അടുത്തേക്ക്, അപ്പൻ്റെ ഭവനത്തിലേക്ക് വന്നതിന് ശേഷമാണ് അവന് ശരിക്കും ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ജീവിതമുണ്ടായത് എന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റും. സുഭാഷിതങ്ങൾ 21 20-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറയുന്നുണ്ട്, സമ്പത്ത് ധൂർത്തടിക്കുന്നവർ അവിവേകികളാണ്. ധൂർത്തടിക്കുന്നവര് വിവേകമില്ലാത്തവരാണ്, അതുകൊണ്ടാണ് അങ്ങനെ ധൂർത്തടിക്കുക. വീണ്ടും 29-ാം അധ്യായം സുഭാഷിതങ്ങൾ 29-ന്റെ 3-ാമത്തെ വചനം, വേശ്യകളോടുകൂടെ സഹവസിക്കുന്നവർ, അവരോട് സഹവസിക്കുന്നവർ ധൂർത്തടിക്കുന്നവരായി മാറും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ തലമറന്ന് എണ്ണ തേക്കും പോലെ വാരിക്കോരി കൊടുക്കുന്ന വ്യക്തികളെ നമ്മൾ കണ്ടെത്തും. 31-ാം അധ്യായം 3-ാമത്തെ വചനം, സ്ത്രീകൾക്ക് വേണ്ടി ധൂർത്തടിക്കരുത്. ഇങ്ങനെയുള്ള ലൈംഗിക സുഖം അല്ലെങ്കിൽ ജഡസുഖം അതിനുവേണ്ടിയൊക്കെ വേണമെങ്കിൽ ഇത് കൈ തുറന്ന് കൊടുക്കുന്ന, വാരി കൊടുക്കുന്ന വ്യക്തികളെ നാം കണ്ടെത്തിയെന്ന് വരും. ലൂക്കാ 15-ന്റെ 30 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വേശ്യകളോട് ചേർന്ന് സമ്പത്ത് ധൂർത്തടിച്ച ഈ മകൻ തിരിച്ചു വന്നപ്പോൾ നീ അവന് വേണ്ടി വിരുന്ന് ഒരുക്കുകയും. ധൂർത്തപുത്രന്റെ ജ്യേഷ്ഠ സഹോദരൻ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. ഈ വചനങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ധൂർത്തടിക്കുന്നവര് അവിവേകികളാണ്, അവര് പ്രശ്നത്തിലാണ്, അവരുടെ ജീവിതം കലാശിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, പിശുക്ക് സ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ചില പറയാറുള്ള ഒരു പദപ്രയോഗമാണ്, അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്തവൻ. നമ്മൾ കേട്ടിട്ടുള്ള ഒരു പദപ്രയോഗം. അതാണ് ഈ പിശുക്കന്മാരെ കുറിച്ച് പറയാൻ പറ്റുക. പ്രഭാഷകൻ 14-5-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, തന്നോട് തന്നെ പിശുക്ക് കാണിക്കുന്നവൻ ആരോടെങ്കിലും ഔദാര്യം കാണിക്കുമോ? ഇഷ്ടം പോലെ സമ്പത്തുണ്ടായിട്ട് ഇന്ന് മാന്യമായ രീതിയിൽ ജീവിക്കാതിരിക്കുന്ന വ്യക്തികൾ, മാന്യമായിട്ടൊന്ന് ഭക്ഷണം കഴിച്ചോ വസ്ത്രം ധരിച്ചോ അല്ലെങ്കിൽ ആവശ്യത്തിന് ചെലവഴിക്കാൻ മടിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. അവരെ സംബന്ധിച്ചിടത്തോളം ധനമോഹം തലയ്ക്ക് പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു സാധാരണ ജീവിതം പോലും അവർക്ക് അസാധ്യമായിരിക്കുകയാണ്. പ്രഭാഷകൻ 14
4-ാമത്തെ വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, പിശുക്ക് കാണിക്കുന്നവന്റെ സമ്പത്ത് അന്യരുടെ കരങ്ങളിൽ ചെന്നുപെടും. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പോലും പണം ഉപയോഗിക്കാതെ അങ്ങനെ പിശുക്ക് കാണിക്കുന്ന വ്യക്തികള് അവരുടെ സമ്പത്ത് മറ്റാരുടെയെങ്കിലും കയ്യിലെത്തും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുക. സുഭാഷിതങ്ങൾ 23-6-ാമത്തെ വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, പിശുക്കൻ തരുന്ന ആഹാരം നീ കഴിക്കരുത് എന്നാണ്. ഇനി ഒരുപക്ഷെ അങ്ങനെയുള്ളവര് ആഹാരം തന്നാലും അവരുടെ ഉള്ളിൽ ചിലപ്പം ശപിച്ചുകൊണ്ടായിരിക്കാം അത് തരിക. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അവസാനമായി നമ്മൾ കാണുന്നത്, ദൈവം കരയുന്ന ചില രംഗങ്ങളെക്കുറിച്ച് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. അത് ഈ സമ്പന്നൻ പിശുക്ക് കാണിക്കുമ്പോഴും ദരിദ്രൻ ധൂർത്തടിക്കുമ്പോഴും ദൈവം കരയും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ജെറമ്യായുടെ പുസ്തകം 13-17 വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ദൈവം കരയും. അവൻ്റെ അഹങ്കാരം മൂലം വരുന്ന നാശവും കണ്ടിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് കരയുന്നതായിട്ട് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, മനുഷ്യൻ സഹിക്കുമ്പോഴും ദൈവം കരയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. യോഹന്നാൻ 11:35 യേശു കരയുന്ന, കണ്ണീർ പൊഴിക്കുന്ന ഒരു രംഗമാണ്. ലൂക്കാ 19:4 വചനം എടുക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, അവിടെയും ഈ ദൈവം വേദനിക്കുന്നത് എപ്പോഴാണ്, മനുഷ്യൻ സഹിക്കുന്നത് കാണുമ്പോഴാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ലൂക്കാ 13:34 മുതൽ വായിക്കുമ്പോൾ കർത്താവ് കണ്ണീരോടെ പറയുന്ന ഒരു കാര്യമുണ്ട്, പിടക്കോഴി കുഞ്ഞുങ്ങളെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ കാത്തു സൂക്ഷിക്കാൻ പരിശ്രമിച്ചു, പക്ഷെ നിങ്ങൾ ആ പരിപാലനം ഏറ്റെടുക്കുന്നില്ല, നിങ്ങൾ അതിൽ നിന്നും പുറത്തു പോകാനാണ് പരിശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് പ്രവാചകന്മാരെ പോലും വകവരുത്തിയ വ്യക്തികളെ നോക്കി കർത്താവ് സംസാരിക്കുന്നത് ഈ വചനഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവർ, നമുക്ക് സ്വന്തം പാപം തിരിച്ചറിയാത്തവരുണ്ട്, അനുദപിക്കാത്തവരുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളുടെ മാനസാന്തരത്തിനായിട്ട് ദൈവത്തോട് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ മനുഷ്യകുലത്തെ വീണ്ടെടുക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ ദൈവമേ, ഈ വലിയ വാരത്തിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അങ്ങൊഴുക്കുന്ന ദൈവകൃപ സ്വീകരിക്കാനും ആത്മീയ വളർച്ച പ്രാപിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഒരു ചെറിയ പാപം പോലും ചെയ്യാതെ ഉയർപ്പ് തിരുനാളിനായി യഥാവിധി ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഏറ്റെടുത്ത് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.